കഥയിലേക്ക് നമ്മൾ കൂടുതൽ കഥ പറയാതെ കയറുകയാണ്. ഏത് കഥയാണ് പറയുന്നതെന്നുള്ളത് നിങ്ങൾക്ക് മനസ്സിലാക്കാം. നമ്മൾ ഇന്ന് സംസാരിച്ചുകൊണ്ടിരിക്കുന്ന നമ്മളിന്ന് കണ്ടുകൊണ്ടിരിക്കുന്ന ഒരു സംവിധാനത്തിൻ്റെ പേരോ സംവിധാനമോ പറഞ്ഞാൽ അത് ശരിയല്ല എന്നെനിക്ക് മനസ്സിലായതുകൊണ്ട് ഞാൻ പറയുകയാണ്. ഒരു രാജ്യത്തിൻ്റെ ഒരു കാസി ഗ്രൂപ്പ് എന്ന് പറയുന്ന സംവിധാനം ഇവർ പറയുന്നു, ഞങ്ങൾ സ്വന്തമായി കറൻസി അടിക്കുന്നു, ഞങ്ങൾ സ്വന്തമായി ബിസിനസ് ചെയ്യുന്നു, ഞങ്ങൾ സ്വന്തമായി എല്ലാ കാര്യങ്ങളും ചെയ്യുന്നു. ഈ പറയുന്ന എല്ലാ കാര്യങ്ങളും ചെയ്യുന്ന ആൾക്കാർ ഈ ലോകത്തിനെ എങ്ങനെ വിറപ്പിക്കുന്നു? ലോകത്തെ മുഴുവൻ രാജ്യങ്ങളുടെയും ഏറ്റവും ടോപ്പായിട്ടുണ്ടായിരുന്ന സംവിധാനങ്ങളായിരുന്ന ഇസ്രായേൽ പോലൊരു രാജ്യത്തിനെ വിറപ്പിക്കാൻ പറ്റുന്ന, US പോലൊരു രാജ്യത്തിനെ ഒരു വരച്ച വരയിൽ നിർത്താൻ പറ്റുന്ന, ഇല്ലെങ്കിൽ നിർണായകമായി ചെയ്യാൻ പറ്റാത്ത ഒരു സംഭവം എന്താണെന്നുള്ളത് ഞാൻ പറയുമ്പോൾ നിങ്ങൾക്ക് പലർക്കും ചിലപ്പോൾ അത് ഇറിറ്റേറ്റ് ചെയ്യുമായിരിക്കും. അത് എന്താണ് അവിടുത്തെ റിയാലിറ്റി? അതാണ് ഞാൻ പറയാൻ ഉദ്ദേശിക്കുന്നത്. ഇവിടെ രണ്ട് തരത്തിലുള്ള പ്രോബ്ലംസ് ആണുള്ളത്. ഒന്നാമത്തെ പ്രോബ്ലം എന്ന് പറയുന്നത് ഗാസ എന്ന് പറയുന്ന ഒരു പർട്ടിക്കുലർ ഏരിയയെ ഇസ്രായേൽ ശ്വാസം മുട്ടിച്ചു. ശരിക്കും ശ്വാസം മുട്ടിച്ചു. എങ്ങനെ ശ്വാസം മുട്ടിച്ചു? അവർക്ക് വേണ്ടുന്ന പൈപ്പിലൂടെ ഗ്യാസ് എത്തിയില്ല, അവർക്ക് വേണ്ടുന്ന വെള്ളം എത്തിയില്ല, അവർക്ക് വേണ്ടുന്ന ഇലക്ട്രിസിറ്റി എത്തിയില്ല, ഇങ്ങനെ പല രീതിയിലും എത്തിയില്ല. ഇപ്പോൾ അതിനുശേഷം ഇവിടെ സംഭവിച്ചു, ഗാസയെ ശ്വാസം മുട്ടിക്കുമ്പോൾ ഇതിനപ്പുറത്തേക്കുന്ന എനിക്ക് രാജ്യങ്ങളുടെ പേര് പറയാൻ താല്പര്യമില്ല. 4 രാജ്യങ്ങൾ ചേർന്ന് ആലോചിച്ചു ഒരു കാര്യം ചെയ്യാം. ഗാസയെ ഇവിടെ ശ്വാസം മുട്ടിക്കുമ്പോൾ ഇവിടെ ശ്വാസം മുട്ടിച്ചത് എന്തിനാണ് എന്നുള്ള ക്വസ്റ്റ്യൻ ആൻസർ നിങ്ങൾ ഓരോരുത്തരും കണ്ടുപിടിച്ചാൽ മതി. ഞാൻ പറയുന്നില്ല ഇവർ ചെയ്തത് ശരിയും തെറ്റെന്നുള്ളത്. ഈ ശ്വാസം മുട്ടിക്കലിൻ്റെ ഭാഗമായി ഇവർ ഓരോരുത്തരും ചെയ്യാൻ തുടങ്ങിയത് എവിടെ വെച്ചാൽ ശ്വാസം മുട്ടിക്കുന്നറിയാം. പണ്ട് നമ്മൾ സ്കൂളിൽ പഠിക്കുന്ന സമയത്ത് നമ്മൾ പറഞ്ഞാൽ കേപ്പ് ഓഫ് ഗുഡ് ഹോപ്പ് വഴി ഇങ്ങനെ ഒരു സാധനം ഇങ്ങനെ കറങ്ങി ഇങ്ങനെ വന്ന് ഇന്ത്യയുടെ താഴെ കൂടെ കയറി ഇങ്ങനെ അപ്പുറത്തോട്ട് കയറി ഇപ്പുറത്തോട്ടാണ് ചെന്നുകൊണ്ടിരുന്നത്. അങ്ങനെയായിരുന്നു നമ്മുടെ മുൻകാല ബിസിനസ്സുകൾ നടന്നുകൊണ്ടിരുന്നത് എന്നായിരുന്നു നമ്മൾ പഠിച്ചിരുന്നത്. ആ മുൻകാല ബിസിനസ്സുകൾക്കിടയിൽ ഒരു സൂയസ് കനാൽ വന്ന് വിട്ടു. ആ സൂയസ് കനാലിൻ്റെ കൺട്രോൾ ആരുടെ കയ്യിലാണ് എന്ന് നിങ്ങൾക്ക് ഓരോരുത്തർക്കും അറിയാം. ഈ സൂയസ് കനാലിലൂടെ കയറി വരുമ്പോൾ, അതായത് അവർ പറയുന്നത് ഒരു ദിവസം 3 കോടി രൂപ 4 കോടി രൂപ കൊടുത്തിട്ടാണ് സൂയസ് കനാൽ ക്രോസ് ചെയ്ത് ഇപ്പുറത്തോട്ട് വരുന്നത്. ഇപ്പുറത്തോട്ട് പോകണമെന്നുണ്ടെങ്കിൽ ഏറ്റവും കുറഞ്ഞത് 7 കോടി രൂപ കൊടുക്കണം. അപ്പോൾ 3 കോടി രൂപ ലാഭിക്കാൻ വേണ്ടി ഇതുവഴി കയറി വരുമ്പോൾ ഇതിൻ്റെ സൈഡിൽ ഇരിക്കുന്ന ആദ്യത്തെ രാജ്യം യമനാണ്. What do you mean by Yemen? So I think that you are a Malayan. അപ്പോൾ ഇങ്ങനെ വരുമ്പോൾ ഇവിടെ എന്താ സംഭവിക്കുന്നത്? സ്വാഭാവികമായി ആക്രമിക്കപ്പെടുമ്പോൾ ഉണ്ടാകുന്ന പ്രശ്നം എന്താണ്? നിങ്ങൾ ആക്രമിക്കപ്പെടുത്താൽ നിങ്ങൾ പെട്ടെന്ന് എന്ത് ചെയ്യും? പ്രതിരോധിക്കും. ഈ പ്രതിരോധിക്കണമെങ്കിൽ നിങ്ങൾക്ക് കുറച്ച് കാര്യങ്ങൾ വേണം. നിങ്ങളുടെ കൂടെ ആരെങ്കിലുമൊക്കെ വേണം. പിന്നെ കീരിക്കാടൻ ചത്തേ എന്ന് പറഞ്ഞ പരിപാടി പറഞ്ഞപ്പോൾ ആരും ഇല്ലായിരുന്നു. അത് സിനിമയ്ക്കകത്ത. നിങ്ങൾ പ്രതിരോധിക്കുമ്പോൾ നിങ്ങൾക്ക് കുറേ സംവിധാനങ്ങൾ വേണം. നിങ്ങളുടെ സംവിധാനങ്ങൾ നിങ്ങൾ ഇപ്പോൾ, അതായത് ഏറ്റവും കൂടുതൽ സപ്പോർട്ട് ചെയ്യുന്ന US-ൻ്റെ ഡിക്ലെയർഡ് ആയിട്ടുള്ള 51ാമത്തെ സ്റ്റേറ്റാണ് എന്നാണ് ആൾക്കാർ പറയുന്നത് ഇസ്രായേൽ. ഇതിനെ സപ്പോർട്ട് ചെയ്യണമെന്നുണ്ടെങ്കിൽ സൂയസ് കനാലിൻ്റെ സൈഡിൽ കൊണ്ടുവന്ന് മെഡിറ്ററേനിയൻ കടലിൽ കിടക്കുന്ന മുഴുവൻ ഷിപ്പും, ചൈന സീയിൽ കിടക്കുന്ന മുഴുവൻ ഷിപ്പിനെയും കൊണ്ടുവന്ന് ഇവിടെ കൊണ്ടുവച്ച് കൊടുക്കണം. US കൊണ്ടുവച്ച് കൊടുക്കണം. അപ്പോൾ അവിടെ വെച്ച് പണി പാടി കൊടുക്കാൻ പറ്റുമോ? ഒരു സാമാന്യബോധം വെച്ച് ചിന്തിച്ചാൽ മതി. പറ്റത്തില്ല. അപ്പോൾ രണ്ടാമത്തെ കാര്യം, ഇനി എന്താ പ്രശ്നം? ഇനി നമ്മൾ വിചാരിക്കുകയാണ് ഈ പറയുന്ന ഇവിടെ നിന്നുള്ള ഓപ്പണിങ്ങിലുള്ള മുഴുവൻ കാര്യങ്ങളെ സ്റ്റോപ്പ് ചെയ്യാം. മുഴുവൻ GDPയുടെ ഏതാണ്ട് 75 ബില്യൺ GDP ഉണ്ടാക്കിയിരിക്കുന്നതിനകത്തുനിന്ന് ഒരു ദിവസം 7 ബില്യൺ GDP കുറഞ്ഞുകൊണ്ടിരിക്കുകയാണ് ഒരു രാജ്യത്തിൻ്റെ. ആ രാജ്യം അവരോട് തിരിച്ച് യുദ്ധം ചെയ്യാൻ പറ്റും. എത്ര നാളത്തേക്ക് യുദ്ധം ചെയ്യാൻ പറ്റും? നമ്മൾ പറഞ്ഞത് ഒരു ചെറിയ ഗ്രൂപ്പിനെ പറ്റി മാത്രമൊന്നുമല്ല പറഞ്ഞത്. ഒരു രാജ്യത്തിൻ്റെ പിന്നിൽ ഒരു സൈനിക ശക്തിയായി വർക്ക് ചെയ്തുകൊണ്ടിരിക്കുന്ന ആ ഒരു സംവിധാനത്തിനെ ഇവർക്ക് അറ്റാക്ക് ചെയ്യണമെങ്കിൽ ഇലക്ട്രോണിക്കലി അവരൊക്കെ ആയിരിക്കണം. അതായത് സയൻറ്റിഫിക്കലി ഉള്ള കാര്യങ്ങൾ ഓക്കെ. ഇതെവിടെ കിടക്കുക? US ഇപ്പോൾ ഞങ്ങളെ സഹായിക്കുമെന്ന് പറയുന്നത്. US സഹായിക്കാതിരിക്കത്തൊന്നും ഇല്ലെന്നേ. ഒരു പോറൽ പറ്റിയ US കയറി പണിയും, അത് ഒരു സംശയമില്ലാത്ത കാര്യമാണ്. പക്ഷേ ഇതിൻ്റെ കാര്യങ്ങൾ നടക്കുന്നത് യുക്രൈൻ, റഷ്യ അവിടെ ഇരിക്കുക ഐറ്റം മൊത്തം. പിന്നെ ബാക്കി ലോകത്തെ ഏറ്റവും വലിയ സൈനിക ശേഷിയായിട്ടുള്ള കപ്പൽ
സൈന്യശേഷി അതോടെ കിടക്കും. മെഡിറ്ററേനിയൻ ക്രോസ് ചെയ്ത് അപ്പുറത്ത് കിടക്കും. ഇതെപ്പോൾ വലിക്കുന്നു ആ സമയത്ത് ചൈന ഇതിനകത്ത് കയറും. ചൈനയാണോ ഇവരാണോ അമേരിക്കയുടെ യഥാർത്ഥ ശത്രുവല്ല മത്സരത്തിലുള്ളത്. അപ്പം നമുക്കിത് മനസ്സിലാകാൻ പറ്റുന്ന കാര്യം എന്താ? ഇനി ഇതുകൊണ്ട് ഇന്ത്യക്ക് എന്താണ് പ്രശ്നം ഉണ്ടാകാൻ പോകുന്നത്? സ്വാഭാവികമായിട്ടും ഉണ്ടാവുന്നത് എന്തുകൊണ്ടാണെന്ന് വെച്ചാൽ ഇന്ത്യയോട് പ്രത്യേകിച്ചും ഒരു ബുദ്ധിമുട്ടും കാര്യങ്ങളൊന്നും ഉണ്ടായിട്ടൊന്നുമല്ല. അപ്പം അവരാക്രമിക്കുന്നത് ഈ പറഞ്ഞ ഹൂത്തികൾ എന്ന് പറയുന്ന ആൾക്കാർ ആക്രമിക്കുന്നത് ഇസ്രായേൽ. ഒരു കപ്പൽ എന്ന് പറയുന്ന സാധനം രജിസ്റ്റർ ചെയ്തിരിക്കുന്നത് ഇസ്രായേലായിരിക്കാം. ഇറ്റ് മേ ബി ഓപ്പറേറ്റഡ് ബൈ ഈജിപ്റ്റ്. ആൻഡ് മൂന്നാമത്തെ കുറേ കാര്യങ്ങളുണ്ട് ഇതുമായിട്ട് ബന്ധപ്പെട്ട്. ഇത് മൊബൈലിലിരിക്കുന്ന ഒരു ചെറിയ ഫോൺ എടുത്ത് വെച്ചിട്ട് നമ്മൾ ഇതിനകത്തുനിന്ന് ആപ്ലിക്കേഷൻ എടുത്ത് വെച്ചിട്ട് നമ്മൾ നോക്കുവാണെങ്കിൽ ഒരു കപ്പലിൻ്റെ നമ്പർ കൊടുത്തിട്ട് രജിസ്റ്റേർഡ് നമ്പർ കൊടുത്തിട്ട് നോക്കി നമുക്കറിയാൻ പറ്റും ഈ കപ്പൽ എവിടെയാണ് കിടക്കുന്നത്. ഇത് ഇസ്രായേലിൻ്റെ പരിധിയിലാണോ, അല്ലെങ്കിൽ ഈ കപ്പലാണ് എവിടെയാണ് രജിസ്റ്റർ ചെയ്തിരിക്കുന്നത്, ഇതിൻ്റെ കപ്പലിൻ്റെ ലോഡ് എന്താണ്, ലോഡിങ് കപ്പാസിറ്റിയാണ്, ഇത് എങ്ങോട്ടാണ് ട്രാൻസ്ഫർ ചെയ്യുന്നത്, ഇത് എങ്ങോട്ടാണ് ട്രാവൽ ചെയ്യുന്നത്. ഇതൊക്കെ വളരെ ഈസി ആയിട്ട് ഒരു ചെറിയ മൊബൈൽ ആപ്ലിക്കേഷൻ പോലും വെച്ച് ചെയ്യാവുന്ന സ്ഥലത്ത് വെച്ച് ഇതുപോലൊരു എന്തായാലും പറയേണ്ടതെന്ന് എനിക്കറിയത്തില്ല. ആ വാക്ക് പറയാൻ എനിക്ക് ഇഷ്ടമല്ലാത്തതുകൊണ്ട് ഞാൻ പറയുമോ, ഒരു രാജ്യത്തിൻ്റെ സൈനികരെ പോലെ തന്നെ പ്രവർത്തിക്കുന്ന ഒരു വിഭാഗം വർക്ക് ചെയ്യുമ്പോൾ ഇതിൽ ആരാണ് ജയിക്കുന്നത്? അമേരിക്ക, ഇസ്രായേൽ ഓർ എനി അതർ സ്റ്റേറ്റ്? ഇതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് ഇസ്രായേലിൻ്റെ പരാജയം ഏകദേശമൊക്കെ അടുത്തു. ഇല്ലെങ്കിൽ ഇതൊരു പുതിയ ആണവ ലോക യുദ്ധമായി മാറും. ഇതിന് എങ്ങനെയാണ് റെസ്പോണ്ട് ചെയ്യുന്നതെന്ന് എനിക്ക് ഒരു ഐഡിയ ഇല്ല. പക്ഷേ എനിക്കൊരു കാര്യത്തിൽ ബോധമുണ്ട്. ഇൻ്റർനാഷണൽ അഫയേഴ്സിനെ പറ്റി കൃത്യമായ ഒരു ക്ലിയർ കട്ടായിട്ടുള്ളൊരു പിക്ചറാണ് ഞാനിപ്പോൾ പറഞ്ഞത്. നിങ്ങൾക്ക് അമേരിക്കയ്ക്ക് അല്ലെങ്കിൽ ഒരു യൂറോപ്യൻ രാജ്യത്തിന് ഇങ്ങനൊരു വര വരയ്ക്കുമ്പോൾ അതുവഴി കയറിപ്പോകാൻ പറ്റാത്തതുകൊണ്ട് ഇങ്ങനെ വരാൻ പറ്റുമെങ്കിൽ ഒരിക്കലും അറബ് രാജ്യങ്ങൾക്കോ ഒരു രാജ്യങ്ങൾക്കോ അമേരിക്കയൊന്നും ചെയ്യാൻ പറ്റത്തില്ല. പക്ഷെ ഒരിക്കലും അവർക്ക് ഇങ്ങനെ വരാൻ പറ്റില്ല. ഇത് ഒഴിവാക്കാൻ പറ്റത്തില്ല. യമൻ മുതൽ ഇങ്ങോട്ട് എടുക്കുന്ന രാജ്യങ്ങൾ. അപ്പോൾ അതുകൊണ്ട് ആലോചിച്ച് നോക്കിയാൽ മതി. ഈ പറഞ്ഞതിൽ ഇസ്രായേലിൻ്റെ ഭാഗത്താണോ പ്രശ്നം, യമൻ്റെ ഭാഗത്താണോ പ്രശ്നം, സൂയസ് കനാലാണോ പ്രശ്നം? ഇതൊന്നുമല്ല പ്രശ്നം. മറ്റൊരു കയറി അടിച്ചതാണോ പ്രശ്നം? 1500 പേരെ കൊന്നതാണോ ഈ ഇതിലെ ഇഷ്യൂ? ഇപ്പോൾ 15,000 പേരെ ഇവർ കൊന്നതാണോ പ്രശ്നം? ബെഞ്ചമിൻ നെതന്യാഹു പറയുന്നതാണോ ശരി? ഇന്ത്യ സപ്പോർട്ട് ചെയ്യുന്നതാണോ പ്രശ്നം? ഇത് നിങ്ങളുടെ ഡിസ്ക്രിപ്ഷനാണ്. ആലോചിച്ചിട്ട് താഴോട്ടിട്ടോ.